ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാരും ക്ഷീണിച്ചോ? എല്ലാരും ഇല്ലല്ലേ, എല്ലാരും പഴയ പോലൊക്കെ ഇരിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞ് വന്നേക്കുക അല്ലേ? ഓണം എല്ലാരും തടി വെച്ചോ? പിന്നെ മുടിയൊക്കെ വെട്ടി കോളേജിലൊക്കെ എല്ലാരും ചോദിച്ചു മുടി കളഞ്ഞു. അതെ, മുടി വെട്ടി അറിയത്തുള്ളൂ നമ്മുടെ മുടിയുടെ അവസ്ഥ. അതെ, മുടിയുടെ അവസ്ഥ, മുടിയെല്ലാം ആ പടെ പോയിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് ചെയ്യണം. പിന്നെ ഓണം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഇന്ന് നമ്മുടെ വ്ലോഗ് ഓണം വിശേഷങ്ങൾ. അതെ, പക്ഷെ ഞങ്ങൾക്ക് ഓണത്തിന്റെ വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരുടെ വീട്ടില്. കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അടുത്ത ഓണമാകും. ഞങ്ങൾക്ക് ഓണം മാത്രമല്ലായിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ വീഡിയോ പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാം ലോഡിങ്ങില്ല. അതെ, ചിലപ്പോ ഇതിന്റെ കൂടെ പിന്നെ അതും കൂടെ നമുക്ക് ഞങ്ങള് കല്യാണത്തിന് എല്ലാവർക്കും ഇട്ട ഡ്രസ്സിന്റെ ഫോട്ടോ ഈ സൈഡിൽ കൊടുത്തേക്കാട്ടെ. ഈ സൈഡിൽ സൈഡിൽ കാണും. പിന്നെ അഗ്രിമെന്റ് നിങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തോ ഗായ്സ്? അതെ, ഓണക്കോടി എടുത്തെങ്കിൽ കമന്റ് ചെയ്യും. നമുക്ക് അഗ്രിമയോട് ചോദിക്കാം. അഗ്രിമ ഇവിടെ ഉണ്ട് ഗൈസ്, ചുമ്മാ ഇവിടെ ഇരിക്കുക. അഗ്രിമ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ഒന്നും പറയാനില്ല, കുട്ടിക്കൊന്നും പറയാനില്ല. കൊച്ചു ബിസിയാണ് ഗൈസ്. ഇനി അടുത്ത നമുക്ക് ഭാഗ്യ ആന്റി, അതെ ഫിദയുടെ ചേച്ചിയുടെ കല്യാണമൊക്കെ, അതൊക്കെ നമുക്ക് ചോദിക്കാം. ഫിദേ, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചിന് മൈലാഞ്ചി ഒക്കെ കണ്ടോ ഗൈസ്? കണ്ടോ? എല്ലാം പോയോ? ഒരു സൈഡിൽ ഇട്ടോളോ? അതെ, പനിയായി. വാച്ചൊക്കെ അടിപൊളി വാച്ചൊക്കെ കിടക്കുന്നല്ലോ. ആണോ? എനിക്കറിയത്തില്ലായിരുന്നു. പറ, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ലായിരുന്നു? വൈ പ്ലാൻ ചെയ്തോല. അടുത്ത നമുക്ക് ഫിദയുടെ കല്യാണം നമുക്ക് പവറാക്കാം. ഇതൊക്കെ എന്ത് കല്യാണം ഇല്ലാത്ത സിംഗിൾ പസംഗ ഇപ്പം നിങ്ങളാകെ വന്നിരുന്നോ താജ്മഹൽ കട്ടരട്ടി സിംഗിൾ കൊടുങ്ക. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ആണോ? എന്തോ സദ്യ എന്തോ വെച്ചേ? അല്ല, സദ്യ പായസം എന്തോ വെച്ചേ? സേമിയോ? ഇന്നലെയോ? കണ്ടോ? അതെ, ഓണത്തിന്റെ ഇനി നമുക്ക് അതില് ഓണം കഴിയാറായില്ലല്ലോ. നിങ്ങൾക്ക് അതെ, 28 നിങ്ങളുടെ 28 ഓണം എങ്ങനെയൊക്കെയാണ് പറയുന്നത്? കാരണം ഞങ്ങള് ചെങ്ങന്നൂരും ഇവിടെ ചങ്ങനാശ്ശേരിയും. ഞങ്ങൾക്ക് നിങ്ങളുടെ 28 ഓണത്തെ കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾക്ക് തിരുവോണം, ഉത്രാടം, തിരുവോണം, ചതയം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം. 28 ഓണത്തിനെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. അതില്ലേ, വരൂ. ഇതെന്തോ ഞാൻ ചെയ്യത്തില്ല. അത് ഓണം അങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ്. എല്ലാവർക്കും ഓണം ആവറേജ് ആയിരുന്നു ഗൈസ്. ഞങ്ങളുടെ 28 ഓണം അടിപൊളിയാ. ഇല്ല, 28 പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. 28 ഓണത്തിന് പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. നല്ല കാളയെ കെട്ടലും എല്ലാം. ഇല്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉടനെ വരും. ഉടനെ അല്ലേ, ഒക്ടോബർ. കേട്ടില്ല. അതെ, ഞങ്ങൾക്കുണ്ട് കേസ് 28 ഓണം. എന്ന് ഒക്ടോബർ 3-ാം തീയതി. അപ്പോഴും അവധി ഉണ്ടോ ഒന്നും അറിയത്തില്ല, ഒന്നും ഉറപ്പൊന്നുമില്ല. നമ്മൾ വരത്തില്ല. നമ്മൾ ഓച്ചറക്കാരും കിണർ മുക്കുകാരും ആകിയേ അത് ഞങ്ങളാരും ഇതിന് വരത്തില്ല. ഇവന്മാര് വീഡിയോ കട്ട് ചെയ്ത് ഇപ്പൊ ഓടുന്നേ. ഹലോ, കൈ മാറ്റിയിട്ട് സംസാരിക്കും. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കൈ മാറ്റുന്ന കാണണ്ട. ഗൗരിയുടെ പുതിയ ലുക്ക് കണ്ടോ ഗൈസ്? സ്ട്രൈറ്റ് ഒക്കെ ചെയ്തല്ല. ആ കൊച്ചിന് നാണ് ഞങ്ങളുടെ ക്ലാസ് ആയത്. ഞങ്ങൾ വെളിയിൽ നിൽക്കുക. അതെ
കാണിക്കുന്നു മുഖം കാണിക്കാന്. ഇവിടെ എന്തോ അടിയിടുന്നു, എന്തോ കയ്യിലൊരു കുപ്പി. ഇത് 6 കുപ്പിയാ? അത് ഇത് മുഖം കാണിക്കത്തില്ല. കേറ്. ഞങ്ങള് അവിടുന്ന് നടന്നു പോണം. അതിനെക്കാട്ടി നല്ലത് ഇതുവഴി ചാടിപ്പോന്നെയാ. കണ്ടോ ചാടിപ്പോന്നുണ്ടോ? ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അവിടെ എന്തുവാ? എന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഗീസ്. എടാ ഹായ് പറ. ഹായ്. വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക. ഇവൻ എന്നെ എപ്പോഴും കിടന്ന് വിളിക്കും. കാണിച്ചു തരാം. കണ്ടോ? അഭിജിത്ത് സൂം ആക്കാൻ പറ്റില്ല ഗൈസ്. സൂം ആയി കണ്ടോ ഗൈസ്? അഭിജിത്തെ കണ്ടോ? ഇവൻ എപ്പോഴും ഒരു കാര്യമില്ലാതെ ഇവൻ എപ്പോഴും ഫോണിലാക്കി. കണ്ടോ? അഭിജിത്ത് എപ്പോഴും ഒരു കണ്ടോ ഗൈസ്? ലഞ്ച് ബ്രേക്കിന്റെ ഓരോ പരിപാടികൾ കണ്ടോ? ബാഗൊക്കെ കൊണ്ടുപോയി നോക്കി. യോ ഗൈസ്, ഇത് ഗൗതം ഷൈ ആണ്. റിപ്പോർട്ട് അടിക്കോ? വേണ്ട ഗൈസ്, ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിലെ മൊഞ്ചനാണ്. ഇതെന്താ നാണക്കേടാടാ? കം ഓൺ ബ്രോ, നോക്കിയേ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊന്ന് പറഞ്ഞില്ല. ലൈക്സ് സോ പ്ലീസ് സരപ്പക്കറ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നോക്കടാ. ID താഴെ മെൻഷൻ ചെയ്യുന്നതാണ്. ID ഞാൻ കാണിക്കാം ഗൈസ്. മസിൽ കണ്ടോ ഗൈസ്? ബാക്ക് കണ്ടോ? ഇപ്പം ബൾക്കിംഗ് പീരീഡിലാണ് ഗൈസ്. നോക്കിയേ ബ്രോ. കം ഓൺ ഗൈസ്, നിങ്ങളിത് കാണുക. വൈ ദിസ് മാൻ ഈസ് കാൾഡ് ഗൗതം കൃഷ്ണ. ഗൈസ് എൻ്റെ അടുത്ത് ഇവന്മാര് റിയാക്ട് ചെയ്യുക കണ്ടോ? ഇതൊന്നും അല്ലായിരുന്നു ക്യാമറ ഓൺ ആക്കിയത് മുന്നേ വരെ. ലൈക്ക് ചെയ്യണം. എന്റെ വീഡിയോ റിയാക്ഷൻ അപ്ലോഡ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുവാണ് ഗൈസ്. വീഡിയോ കാണുന്നേ അത് ചുമ്മാ യൂട്യൂബ് നോക്കുക. എന്തേ റിയാക്ഷൻ? ബിസി മാൻ. കള്ളക്കേസിൽ പ്രതികളൊക്കെ പോകുന്നവരുണ്ട്. പോസോ ആദ്യം ഗൈസ്, ഡെയിലി വ്ളോഗ് ഗൈസ്. ചരിച്ചാണ് എടുക്കണ്ടേ ഗൈസ്? ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ മെയിൻ പഠിപ്പി. ഇത് ഏതാ വധൂരി കൊച്ചാണ്, അറിയത്തില്ല ആരാന്ന്. പിന്നെ ഇത് നമ്മുടെ ഗൗതം കൃഷ്ണ. ഇത് വെട്ടിക്കിളി. ഇത് ശംഭു. സ്നേക്കാണ്, ബിഗ്ഗസ്റ്റ് സ്നേക്ക്. ദിസ് ഈസ് ബാഡി ആൻഡ് ദിസ് ഈസ് തട്ടിപ്പ് വേണ്ട. ദിസ് ഈസ് അഫ്സൽ
And this is, who is this? Oh, Messi! Oh, Messi! Why this man is called Messi? Oh! And this is നമ്മുടെ X3 gang. This is നമ്മുടെ കരാട്ട കിഡ്. ഇത് വധൂരി ഇത് ഇട്ടേക്ക്. പിന്നെ a bunch of people playing game. Yeah. ഇവിടെ എല്ലാവരും കുശലാന്വേഷണം നടത്തുന്നു ഗൈസ്. ഗൈസ് അനു ആര് കൊണ്ടുവന്ന യെസ് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഗൈസ്? നാണം കാണുന്നതാണ് ഗൈസ്. ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കാണാൻ മേത്തോണ്ടിരിക്കുകയാണ്. ഗൗരി ഇങ്ങോട്ട് നോക്കൂ. ഹായ്. എന്ത് ഹലോ ഇക്ക തൈലം ഉണ്ടോക്ക? ഇക്ക തൈലം മുട്ടുവേദന ഉണ്ട് നല്ല. ഇക്ക പോയേക്ക. എത്ര രൂപയാവും? കാശ് നമുക്ക് പ്രശ്നമല്ലെന്നേ. ഹലോ ഇക്ക പറഞ്ഞോ, കാശ് നമുക്കൊരു പ്രശ്നമല്ലെന്നേ. ഇക്കടത്തോടെ എനിക്ക് പേടിച്ചിഷ്ടായിക്ക. താങ്കൾക്ക് എന്തെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടോ? താങ്കളുടെ നമ്പർ എനിക്ക് കിട്ടിയതാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടോ? കായംകുളം. ഹലോ ലിസ്റ്റിൽ നിന്ന് കിട്ടിയതാ സാർ. ലിസ്റ്റിൽ നിന്ന് കിട്ടിയതാ സാർ. ലിസ്റ്റിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ സാർ കഴിച്ചോ? അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ബ്രേക്ക് ആയിരിക്കുകയാണ്. അസൈൻമെന്റ് ബുക്ക് മേടിക്കാൻ പോയി. ആ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഒരു മെനു, ഒരു ക്ലാസ് മൊത്തം ഒരു ലിപ്സ്റ്റിക്കാണ്. അതെ ഗൈസ്, അതെ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, വായിക്കാത്ത ബുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തതാണ്ട്. അവരൊക്കെ അവിടെ രജിസ്റ്റർ ലോഗൊക്കെ സൈൻ ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോകും. അപ്പം ഗൈസ് അപ്പോൾ പറയാം. അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ലോങ് വീഡിയോ എടുക്കണമെന്നുണ്ട്. പിന്നെ ഈ ലോങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയത്തതുമില്ല. നിങ്ങൾക്ക് അങ്ങനത്തേക്ക് ലോങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങൾക്ക് കുറച്ച് ലോങ്, നിങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം, കോളേജിനെ കുറിച്ച് ഡീറ്റെയിൽ. ലൈൻ കിട്ടുന്നില്ല, കുറേ പേര് അവിടെ കണ്ടോ ബുക്കൊക്കെ മറച്ച് വെച്ചോണ്ട് പോകുന്നത് ഗൈസ്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.